ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 9. ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകനിർമ്മിതിയും. സ്ഥിതസകമലോദ്ഭവ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്ഥിതിതമംബുദൗദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവർത്താനന ചതുർവദന താമകാദ് വികസദഷ്ടദൃഷ്ട്യംബുജാം. പദം. സ്ഥിത സ കമലോദ്ഭവ തവ ഹി നാഭി പങ്കേരുഹേ കുതസ്വിത് ഇദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവർത്താനന ചതുർവദനതാം അഗാത് വികസത് അഷ്ടദൃഷ്ടി അംബുജ. അർത്ഥം: ആ ബ്രഹ്മാവ് അവിടുത്തെ നാഭികമലത്തിലിരുന്ന് ഈ താമര ജലാശയത്തിൽ എവിടെ നിന്നുണ്ടായി എന്ന് കാണാതെ അത് നോക്കിക്കാണാനുള്ള കൗതുകം നിമിത്തം 4 പുറവും മുഖം തിരിച്ച് വികസിച്ച 8 താമരപ്പൂക്കൾക്ക് സദൃശ്യമായ കണ്ണുകളോടുകൂടി ചതുർമുഖത്തെ പ്രാപിച്ചു. ശ്ലോകം 2. മഹാർണവവികൂർണിതം കമലയേവ തത് കേവലം വിലോക്യ തദുപാസയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്ഥിതിതമംബുജം സമജനീതി ചിന്താമഗാത്. പദം. മഹാർണവ വികൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു ന ആലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായ ഹി അഹം കുതസിത് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഗാത്. അർത്ഥം: മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ താമര മാത്രം കണ്ടിട്ട് അതിനാശ്രയമായ അവിടുത്തെ തിരുവിടൽ കാണാതെ വിശാലമായ താമരയ്ക്കുള്ളിൽ നിസ്സഹായനായിരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഈ താമര എവിടെ നിന്നുണ്ടായി എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു. ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മകൃതനിശ്ചയ സകലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. പദം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃത നിശ്ചയഃ സഖലു നാളരന്ധ്ര അധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അർത്ഥം: ഈ താമരയ്ക്ക് തീർച്ചയായും ഒരു ഉൽപ്പത്തിസ്ഥാനം ഉണ്ടായിരിക്കണമെന്ന് നിശ്ചയിച്ച് സമർത്ഥ ബുദ്ധിയായ ബ്രഹ്മാവ് താമരത്തണ്ടിനുള്ളിലൂടെ തൻ്റെ യോഗബലത്തോടു കൂടിയ ജ്ഞാനം കൊണ്ട് താഴോട്ട് ഇറങ്ങി. എന്നിട്ടും അവിടുത്തെ മോഹന വിഗ്രഹം കണ്ടില്ല. ശ്ലോകം 4. തതസകല നാളിക വിവര മാർഗോ മാർഗയൻ പ്രയസ്യ സദവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഹേകാഗ്രധി സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീ. പദം. തഥാ സകല നാളിക വിവര മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നയേവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏക അഗ്രധീ സമാധി ബലം ആദദേ ഭവത് അനുഗ്രഹ ഏക ആഗ്രഹീ. അർത്ഥം: അനന്തരം താമരത്തണ്ടിലെ സകല സുഷിരങ്ങളിലൂടെയും തിരഞ്ഞ് 100 കൊല്ലം യത്നിച്ചിട്ടും ഒന്നും തന്നെ കാണാതെ മടങ്ങി കമലമധ്യത്തിൽ സുഖമായിരുന്ന് അവിടുത്തെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ച് ഏകാഗ്രബുദ്ധിയോടെ ദൃഢസമാധി കൈക്കൊണ്ടു. ശ്ലോകം 5. ശതേന പരിവത്സരൈ ദൃഢസമാധി ബന്ധോല്ലസത്
പ്രബോധവിശദീകൃത സകലു പത്മിനി സംഭവ അദൃഷ്ടചരമത്ഭുതം തവ രൂപമന്തർദൃശ വ്യചഷ്ടപരിതുഷ്ടദീഭുജഗഭോഗഭാഗാശ്രയം. പദം ശതേന പരിവത്സരൈ ദൃഢ സമാധി ബന്ധ ഉല്ലസത് പ്രബോധ വിശദീകൃത സകലു പത്മിനി സംഭവ അദൃഷ്ടചരം അദ്ഭുതം തവഹി രൂപം അന്തർദൃശ വ്യജഷ്ട പരിതുഷ്ട ധീ ഭുജഗ ഭോഗ ഭാഗ ആശ്രയം. അർത്ഥം: ആ ബ്രഹ്മാവ് 100 ദിവ്യവർഷങ്ങളാൽ ഉറച്ച സമാധിയിലൂടെ തെളിഞ്ഞ ജ്ഞാനം കൊണ്ട് മുനി കാണാത്തതും ആശ്ചര്യകരവും അനന്തനിൽ ശയിക്കുന്നതുമായ അവിടുത്തെ രൂപം ഉൾക്കണ്ണുകൊണ്ട് കണ്ട് സന്തുഷ്ടചിത്തനായി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.